ആത്മനമസ്തേ. ഞാൻ ശ്രീജ ഷിബുവാണ്. പ്രാണിക് ഹീലിംഗ് എന്നുള്ള ആ ഒരു സബ്ജക്റ്റ് അതെന്താണെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. എന്താണ് പ്രാണിക് ഹീലിംഗ് എന്ന് അറിയാനായിട്ട് പലർക്കും ആകാംക്ഷയുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രാണിക് ഹീലിംഗ്, റേക്കി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൽ പ്രാണിക് ഹീലിംഗ് എന്ന് പറയുന്നത് ഊർജ ചികിത്സാ സമ്പ്രദായമാണ്. ഊർജത്തെ കൊണ്ട് ചികിത്സിക്കുന്നത്. ഊർജ സ്രോതസ്സുകൾ എന്തെല്ലാമാണെന്ന് അറിയാമല്ലോ. സൂര്യൻ, വായു, ജലം, ഇതാണ് ഊർജ സ്രോതസ്. ഈ ഊർജ സ്രോതസ്സുകളില് നമ്മൾ ഈ പ്രാണ ചികിത്സക്കായിട്ട് ഉപയോഗിക്കുന്നത് വായുവിനെയാണ്. എങ്ങനെയാണ് പ്രാണിക് ഹീലിംഗ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു ചെറിയൊരു അവബോധത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്. പ്രാണിക് ഹീലിംഗ് ചെയ്യുന്നത് ഒരു വിഷയം ഉള്ളൊരാണിന്, എനിക്ക് ഒരു വിഷയം, ഒരു വേദന ഉണ്ടെന്നിരിക്കട്ടെ, ആ വേദനയുള്ള ഭാഗത്ത് ഒരു ഹീലർ സ്കാൻ ചെയ്യും. സ്കാനിങ് എന്ന് പറയുന്നത് കൈകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിന് വേറെ എക്യുപ്മെന്റ്സ് ഒന്നുമില്ല. രാത്രി വൈകുന്നേരം സമയങ്ങളിൽ എല്ലാ ദിവസവും പനി വരുന്നുണ്ട്. ഡോക്ടർമാരിനെ നോക്കാനായിട്ട് യാതൊരു ടെസ്റ്റും ഇല്ല. എല്ലാ ടെസ്റ്റുകളും ചെയ്തു. കുറെ ദിവസത്തെ അലോപ്പതി ട്രീറ്റ്മെന്റിന് ശേഷം അവരെന്നെ സമീപിച്ചു. അവർക്ക് അസുഖം ഒന്നുമില്ല എന്ന് ഡോക്ടർ പറയാണ്. എന്നാൽ അതേസമയം അസുഖങ്ങളുടെ സിംറ്റംസ് കാണിക്കുന്നുണ്ട്. ഞാൻ അവരെ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അവർക്ക് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അവരുടെ മനസ്സിന്റെ വിഷയമാണ്. അവരുടെ വൈകാരിക തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിഷയമാണ്. കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ മനസ്സിൽ കുറെ വിഷയങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സങ്കടങ്ങളാണ് പ്രൊജക്റ്റ് ചെയ്ത് അസുഖമായിട്ട് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് അസുഖം ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഈ സങ്കടങ്ങളും ആ വൈകാരിക പ്രശ്നങ്ങളും ഒക്കെ അങ്ങ് മാറ്റി കഴിഞ്ഞപ്പോഴേക്കും അവർ ഓക്കെ ആയി. അപ്പൊ അവിടെ അവർക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു പിറ്റുന്നതിന്. അപ്പൊ ഇവിടെ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം, ഈ മനസ്സിന്റെ ചിന്തകള്, മനസ്സിന്റെ ആ ഒരു വ്യാകുലതകള്, നമ്മുടെ ആഗ്രഹങ്ങള്, അസൂയകള്, അതുപോലെ പല കാര്യങ്ങളുണ്ടാകും നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. അപ്പൊ ഈ മനസ്സിനെ സ്വാധീനിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ട് വരും. അപ്പൊ ഈ ശരീരത്തിന് ഹാനികരമായിട്ട് വരുന്നത് കൊണ്ട് അത് അസുഖമായിട്ട് പ്രതിഫലിപ്പിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പൊ അത് കാണുമ്പോൾ മറ്റുള്ളവർ കരുതുന്നത് അസുഖം എന്ന് തന്നെയായിരിക്കും. ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയാം. എനിക്ക് എൻ്റെ വണ്ടിയിൽ നിന്ന് വണ്ടി ചരിഞ്ഞ് എൻ്റെ കാലിലൂടെ വണ്ടി വീണു. അപ്പൊ എൻ്റെ കാലിലൂടെ വണ്ടി വീണപ്പോൾ കാൽപാദം വണ്ടിയുടെ അടിയിലായി. അപ്പോൾ കാൽപാദം വണ്ടിയുടെ അടിയിലായപ്പോൾ ആ കാൽപാദത്തിന്റെ ഭാഗത്തുള്ള ഒരു എല്ല് ചെറുതായിട്ടൊന്ന് പൊട്ടി. പ്ലാസ്റ്റർ ഇട്ടിട്ട് പറഞ്ഞു 3 മാസം റെസ്റ്റ് എടുക്കണം, കാല് അനക്കാതെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മകള് പ്രസവിച്ച് കിടക്കുന്ന ഒരു സമയം കൂടിയാ. ആ സമയത്ത് എനിക്ക് വീട്ടിൽ എന്തായാലും കുറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടല്ലോ. അപ്പൊ ഞാൻ അമ്മ എന്നുള്ള ഒരു ഉത്തരവാദിത്വം ഒത്തിരി ഉണ്ട്. അപ്പൊ അന്നേരം ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എണീറ്റ് നടക്കുകയും വേണം. ഒരു രക്ഷയുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇങ്ങനെ കാലും വെച്ചിട്ട് അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ. പ്ലാസ്റ്റർ കിടക്കവേ തന്നെ ഞാൻ ഹീൽ ചെയ്യും. അങ്ങനെ ഹീലിങ്ങും കൂടെ കൊടുത്തപ്പോഴേക്കും 3 മാസം എന്നോട് ഈ ഒരു പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് 15 ദിവസമായപ്പോ എൻ്റെ കാലില് യാതൊരു പ്രോബ്ലം ഇല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. 15ന്റെ അന്ന് ഞാൻ എൻ്റെ പ്ലാസ്റ്ററിനെ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. അവിടെ സ്വന്തമായിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? വേറെ ഒരു പ്രോബ്ലം ഇല്ല. എൻ്റെ ഈ മുറിവിനെ കൂട്ടി ഇണക്കാൻ, അതായത് ഒടിഞ്ഞ ആ ഒരു എല്ലുകളെ കൂട്ടി യോജിപ്പിക്കാനുള്ള ഹീലിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുമ്പോഴേക്കും അത് ഓക്കെ ആയി. അതാണ് സംഭവിച്ചത്. അപ്പൊ അവിടെ അതേപോലെ എല്ലാ വിഷയങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെന്റിനോടൊപ്പം, നമ്മുടെ അലോപ്പതി ട്രീറ്റ്മെന്റിനോടൊപ്പം അല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെന്റിനോടൊപ്പം ഈ ഒരു ഹീലിംഗ് എന്ന പ്രോസസ്സ് കൂടെ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ 6 മാസം വേണമെന്ന് പറയുന്ന ചികിത്സ 3 മാസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ ഒക്കെ നമുക്ക് ക്യൂറിംഗ് ആക്കി എടുക്കാൻ പറ്റും. അപ്പൊ അവിടെ ക്യൂറിംഗ് കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് കൂട്ടാനായിട്ടാണ് പ്രാണിക് ഹീലിംഗ് ഉപയോഗിക്കപ്പെടുന്നത്. കാരണം മനസ്സും ശരീരവും വൈകാരിക തലങ്ങളും എല്ലാം ശുദ്ധീകരിക്കപ്പെടുകയാണ് പ്രാണിക് ഹീലിംഗിലൂടെ. ഒരു മനുഷ്യന് പ്രോസ്പെരിറ്റി ഉണ്ടാകാത്തതിന് കാരണങ്ങൾ പലതുണ്ട്. അതായത് ഒരു മനുഷ്യന് പ്രോസ്പെരിറ്റി ഉണ്ടാകണമെങ്കിൽ ആ മനുഷ്യന്റെ ശരീരവും മനസ്സും അതുപോലെ ചിന്തകളും പ്രവൃത്തികളും കുടുംബ അന്തരീക്ഷങ്ങളും എല്ലാം ഓക്കെ ആകണം. എങ്കിൽ മാത്രമാണ് ഒരു വ്യക്തിക്ക്
പ്രോസ്പെരിറ്റി ഉണ്ടാവുക. ഇതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഫാൾട്ടായി പോയി കഴിഞ്ഞാൽ എത്രയൊക്കെ കഷ്ടപ്പെട്ട് എന്തൊക്കെ ഉണ്ടാക്കിയാലും അതൊന്നും നിലനിൽക്കണമെന്നില്ല. ഒരുപക്ഷെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റാതെ വന്നെന്നിരിക്കാം. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ ആവാത്ത അവസ്ഥ വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ കിട്ടുന്ന കാശ് ഉപയോഗപ്പെടാതെ വന്നെന്നിരിക്കാം. ഇങ്ങനെ പല രീതികളും വരാം. അപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ ചിന്തകളും പ്രവൃത്തികളും കുടുംബ അന്തരീക്ഷവും എല്ലാം നല്ല ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ശുദ്ധമാക്കുന്ന പ്രോസസ്സാണ് പ്രാണിക് ഹീലിംഗിലൂടെ നടക്കുന്നത്. കംപ്ലീറ്റ് പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ്. ഈ പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ക്ലെൻസ് ചെയ്ത്, അതായത് ക്ലെൻസിങ് എന്നാണ് പ്യൂരിഫിക്കേഷനെ നമ്മൾ പ്രാണിക് ഹീലിംഗിൽ പറയുക. അപ്പൊ ക്ലെൻസിങ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ശുദ്ധീകരിച്ച് വെച്ചിട്ട് അതിലേക്ക്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എംപ്റ്റി ആയ ഒരു കുപ്പിയിലേക്ക് വീണ്ടും എന്തെങ്കിലും നിറച്ചാൽ മാത്രമേ കുപ്പിയെ സ്വതന്ത്രമായിട്ട് എടുത്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ എംപ്റ്റി ആയ ആ കുപ്പിയെ നമ്മൾ വെള്ളം നിറച്ച് വെച്ചു. അതുപോലെ തന്നെ നമ്മുടെ മനസ്സായാലും ശരീരമായാലും ചിന്തകളായാലും ആ ഭാഗത്ത് നിറഞ്ഞു കിടന്ന ഒരവസ്ഥ കാര്യങ്ങളെ മാറ്റുമ്പോൾ പകരം നമ്മൾ എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആ പകരം അപ്ലൈ ചെയ്യുന്നത് പോസിറ്റീവ് എനർജീസ് ആയിരിക്കും. എന്താണോ വേണ്ടത് അതായിരിക്കും. അപ്പൊ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്ലെൻസിങ് ആൻഡ് എനർജൈസിങ് പ്രോസസ്. അതാണ് പ്രാണിക് ഹീലിംഗിലൂടെ ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ പ്രാണിക് ഹീലിംഗിലൂടെ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് അസുഖങ്ങൾ വരാതെയും ഒക്കെ നമുക്ക് നിൽക്കാൻ പറ്റും. മാത്രമല്ല ഈ ആവശ്യമില്ലാത്ത ചിന്തകള്, സങ്കടങ്ങള്, അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എന്ത് വിഷയങ്ങളെയും പ്രാണിക് ഹീലിംഗിലൂടെ പരിഹരിക്കാം. ചെടികൾക്ക് ഹീലിംഗ് ചെയ്യുന്ന ആളുകളുണ്ട്, ഹീലേഴ്സ് ഉണ്ട്. ബ്യൂട്ടി തെറാപ്പി ചെയ്യുന്ന ഹീലേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഈ അഡിക്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട്